സഖാവ് പണിക്കരെ CIF-ന്റെ പിള്ളേരില്ലേ ഇന്നെ വീട്ടിൽ കയറി മേടുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലേ? നാട്ടിലെ 10,000 പിള്ളേരെടുത്തു. ഇഞ്ഞ എഴുതി കൊടുത്ത 5 പേരും ജാതകം ഉണ്ടോ? വനജാന്റെ ബ്ലോക്കിൽ ഫുള്ള് ജാതക ഒപ്പിക്കലാന്നാ നാട്ടുകാർ പറയുന്നത്. പിന്നെ എങ്ങനെയാണോ പിള്ളേർക്ക് പെണ്ണ് കിട്ടുക? ഇന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോനെ, വിശ്വാസത്തിന്റെ വഴിക്ക് വിടണം, ഇനി എന്റെ പണിയെടുക്കണം. കേട്ടിക്കില്ലേ? നിങ്ങൾ എന്തിനാ നാരായണടുത്ത് രാവിലെ തന്നെ പാലും തൂക്കി നടക്കുന്നേ? നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? ഞാൻ പറഞ്ഞ നോക്കിക്കാ. പാർട്ടി ഓഫീസിന്റെ പണിയൊന്നും എഴുതിയിട്ട് നാരായണടുത്തിയെ. എന്തായാലും ഉദ്ഘാടനത്തിന് വരുമല്ലോ. ആര്? ഏട്ടത്തേക്ക് സഖാവിനെ നേരിട്ടൊന്ന് കാണണമെന്ന് കുറെ കാലമായിട്ടുള്ള പൂതിയാ. ഇമ്പാസിലോ? അനക്കെന്താടെ ഒരു കുറവ്? എടാ ഇഞ്ഞപ്പാടാ കൊടിയും പിടിച്ച് നടക്കാൻ തുടങ്ങിയേ വലിയ പാർട്ടിക്കാരെ. ഞാൻ വാട്സപ്പിൽ അയച്ച മെസ്സേജ് കണ്ടിക്ക് നിങ്ങൾ. ഏത് വൃക്കമാറ്റി വെക്കൽ ധനസഹായം? അതന്നെ, പാവങ്ങളെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം. എടോ ഓൻ ചത്തിട്ട് 5-6 മാസമായി. ഇനി ഏടുന്നേലും കിട്ടുന്ന മെസ്സേജ് ആയിട്ട് പിരിവിന് വരല്ലേ? അല്ല, ഞാനത് 2 ദിവസം മുമ്പേലും കണ്ടത്. നീ കിട്ടുന്ന മെസ്സേജ് എല്ലാം ചൂടോടെ ആടയുടെ അയച്ചിട്ട് എപ്പാ നാട്ടുകാർ കൈവെക്കുന്നതെന്ന് അറിയില്ലേ? ആദ്യം ജിഷേൻ്റെ ഓൻ്റെ അടുത്തുനിന്നാ കിട്ടുക. ഒന്ന് നന്നായിക്കൂടെ? കോവാല, എനിക്കാരും ഇതല്ല അയച്ചിരുന്നേ. കയേന നീലിയാന്നല്ല. വാട്സപ്പ് തുറന്നൂടാ. എല്ലാവരും നല്ലവരാ, എല്ലാവരും നല്ലവരാ. ഈ കാണുന്ന എല്ലാവരും നല്ലവരാ. ബ്രിഗേഷിന്റെ ആലോചനക്കാരാന്നല്ലേ വീടിന്? കല്ലാച്ചിമിന്ന ബ്രിഗേഷ് നല്ലൊരു പയ്യനാട്ടോ. ഓന്റെ കഴിഞ്ഞാഴ്ചത്തെ കല്യാണം മുടങ്ങിപ്പോയത് എങ്ങനെയാ? ഓൻ ഒരു മൂയിക്കൂടിയാനെന്ന് പറഞ്ഞോണ്ടല്ലേ. മഹാപാപം. ഏയ് ഓൻ എന്ത് കൂടിയാ? അങ്ങനെയാണെങ്കിൽ ഓൻ്റെ അച്ഛനല്ലേ പെണ്ണിൻ്റെ അടിക്കണ്ട്. ഞാനും മൂപ്പരൊക്കെ എത്ര വെള്ളം അടിച്ച റോട്ടുമ്പോ കിടന്നതാ. കുമാരൻ ബ്രിഗേഷിന്റെ സ്ഥിരം ബ്രോക്കറാണ് കേട്ടോ. ഒരു 10-100 വണ്ടിങ്ങ അവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഒന്നും അറിയില്ല. അത് പലതും ഓൻ ഇഷ്ടാവഞ്ഞിട്ടല്ലേ. ഇങ്ങക്ക് ഈ പുരയിൽ പെണ്ണെ ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്ക് കൂട്ടായിട്ട് ഓൻ്റെ പെങ്ങളുണ്ടാവും. ഓളൊപ്പം പോലെയല്ല. നല്ല സ്നേഹമുള്ള മോന. അച്ഛനായിട്ട് ഒക്കൂല. ആളൊരു ചൊറിയനാ. ഓന് മറിയുമ്പോഴേക്കാന്ന് ബന്ധം. മറിയുമ്പോ ഓൻ സ്വന്തം അമ്മയെ പോലെയാണ്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് മറിയുമ്പ അശ്വകാരിയാ മകാവിടക്ക്. നിങ്ങൾ വരി, ഇതാന്ന് വീട്. എടോ ബ്രിഗേഷിന്റെ വീട് കാണാൻ വന്ന കൂട്ടരാത്. ഓ, കൊയിലാണ്ടിക്കാരായിരിക്കും. ഓൻ എന്നോട് പറഞ്ഞേക്ക്. അല്ല, ഇത് കല്ലാച്ചിക്കാരാ. കുറച്ച് പത്രാസിലെ കൂട്ടരാ. ഓനല്ലേ ഓലിക്ക് പറ്റിയിക്കില്ലെന്ന് പറഞ്ഞ. ഇത് എത്ര വന്നതാ. വിലാസിനിക്ക് ചായ കാച്ചാനും. എന്നാലും ഇമ്മക്ക് അങ്ങോട്ടൊന്ന് പോവാ. വാ. ആ, ബബിതേ, നീ എവിടെയുള്ള? നാടും നാട്ടുകാരും ഒക്കെ നല്ലവരാ. കുട്ടി ഒരു പുരയിൽ കയറി ചെല്ലുമ്പോൾ അതാണല്ലോ വേണ്ടത്. അച്ഛനാണോ? എന്നൊക്കെയാ പറയുന്നത്. പറഞ്ഞത് നോക്കണ്ട, സംഘം പോലത്തെ മനുഷ്യൻ. ഞാൻ നോക്കട്ടെ. പെങ്ങളുട്ടിയാ. എടാ ഏടിയില്ലെന്നാ പറഞ്ഞേ? കിട്ടി. ഞാൻ നോക്കട്ടെ. എടാ ഇതിൽ കുറേ ഉണ്ടല്ലോ. നോക്ക്, അതിൽ ഉത്രാട നക്ഷത്രം ഉണ്ടാവും. ഉത്രാടം ജനിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ ആ കോളമില്ലേ കല്ല് വരച്ച, അതിന്റെ ഏറ്റവും അടിയിൽ ഷാ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഷാ. എന്നാല് നടുവിൽ കൂന്ന് എഴുതിയിട്ടുണ്ടാവും. കൂ. അത് തന്നെ, അത് കൊടുക്കും. വരുന്നേ. പെൺകുട്ടികളെ കെട്ടിക്കേണ്ട പ്രായത്തിൽ കെട്ടിക്കണം. ഓളെ കെട്ടിക്കാനായിക്കില്ല. ജാതകം കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാളൊന്നും നോക്കണമല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാ ഞാൾ നോക്കുന്നത്. 2-3 ആലോചനകൾ പെൻഡിങ്ങില്ല. എന്താന്ന് അറിയില്ല. ഓൾക്ക് ഇവിടുത്തെ ചെക്കനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന് ഓനെന്തോ ഒരു പത്രാസ് കുറവ് അല്ലേ? പിന്നല്ലാണ്ട്
നിങ്ങൾ അങ്ങോട്ട് പോയിക്കില്ലേ ചേച്ചി? ആ ഭവിതയ്ക്ക് എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചൂടേനോ? കുഴപ്പമില്ല, നിങ്ങൾ വരി. ആടെ നിക്ക് ചെക്ക, എന്ത് കോലത്. അല്ല എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്തൂടേനോ? സാരല്ല, വാ.